ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സോളാറിൻ്റെ ആണെങ്കിലും ഇൻവെർട്ടറിൻ്റെ ബാറ്ററികളാണെങ്കിലും ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ബാറ്ററിയുടെ വാട്ടർ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഈ സോളാറിൻ്റെ ഈ സമയത്തൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന സമയങ്ങളായതുകൊണ്ട് നന്നായിട്ട് തന്നെ ബാറ്ററി ഡൗൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ലൈഫിനെ തന്നെ ബാധിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാവുന്ന ഡീറ്റെയിൽസാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാട്ടർ ലെവൽ, അതായത് അതിൽ നമ്മൾ ബാറ്ററി വാട്ടർ താഴ്ന്നു പോയിരിക്കും. താഴ്ന്നു പോയി കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് പോയും, അതുപോലെ തന്നെ ഗ്യാരണ്ടി കാര്യങ്ങൾ പിന്നീട് കിട്ടില്ല, ഗ്രാവിറ്റി കൂടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, നമ്മുടെ വാട്ടർ അതായത് ബാറ്ററി വാട്ടർ ഒഴിക്കുന്നത് ബാറ്ററിയുടെ ഈ പറയുന്ന 6 സ്പോട്ടുകളിലായിട്ടാണ്. സോളാറിൻ്റെ ബാറ്ററികളാണെങ്കിലും ഇൻവെർട്ടറിൻ്റെ ബാറ്ററികളാണെങ്കിലും ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൗണ്ട് കണ്ടോ, നമ്മൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ആ നോബ് പൊങ്ങിയും താഴെയും വരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് നാളുകളായിട്ടുള്ളൂ, പക്ഷേ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ ബാറ്ററിയുടെ ലെവൽ കണ്ടോ ഭയങ്കരമായിട്ട് താഴേക്ക് പോയിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ആ മാർക്കിങ് തന്നെ ലെവൽ. ഇപ്പോൾ ഇതിൽ എല്ലാ സെല്ലുകളും ചിലപ്പോൾ ഒരുപോലെ കാണിക്കുന്നുണ്ട്. ഈ സെല്ല് കണ്ടോ, ഏറ്റവും ലാസ്റ്റിലത്തെ സെല്ല് മറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് ബാറ്ററിയുടെ വാട്ടർ ലെവൽ താഴേക്ക് പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി വാട്ടർ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് പോകും. ചിലപ്പോൾ 5 വർഷം വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും ബാറ്ററി വാട്ടർ കറക്റ്റ് അല്ലെങ്കിൽ അവരൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ബാറ്ററിയുടെ ലൈഫ് കുറയുന്നതും ബാറ്ററിക്ക് ഗ്യാരണ്ടി അവർ തരാതെ, ഏത് കമ്പനി ആണെങ്കിലും നമുക്ക് ഗ്യാരണ്ടി തരില്ല. വാട്ടർ കുടഞ്ഞ് കംപ്ലൈൻ്റ് ആയിരിക്കും, ഗ്രാവിറ്റി കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഷോപ്പുകളിൽ നിന്ന് തന്നെ ബാറ്ററി വാട്ടർ, ഡിസ്റ്റിലറി വാട്ടർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബാറ്ററി വാട്ടർ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചതിന് ശേഷം അത് 1 ലിറ്ററിൻ്റെ തൊട്ട് മുകളിലേക്ക് എത്ര ലിറ്റർ വേണമെങ്കിലും നമുക്ക് വരെ കിട്ടും. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. 5 ലിറ്ററിൻ്റെ ഡിസ്റ്റിലറി വാട്ടറാണ്, ബാറ്ററി വാട്ടറാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ വാട്ടർ നമ്മൾ കറക്റ്റ് ചെയ്ത് ഒരു നല്ല രീതിയിലുള്ള ഹൈജീനിക്കായിട്ട് വരുന്ന രീതിയിലുള്ള അധികം നല്ലൊരു പാത്രത്തിലെടുത്തതിന് ശേഷം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും കുപ്പിയിലേക്ക് പകർത്തിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ സെല്ലുകളിലും, അതായത് 6 സെല്ലുകളാണ് മെയിനായിട്ട് വരുന്നത്. ഈ 6 സെല്ലുകളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാറ്ററിയുടെ വാട്ടർ താഴ്ന്നു പോയിട്ടുണ്ട്. അത് പല സെല്ലുകളും പല രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, 1-2 പ്രാവശ്യം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ആ ബാറ്ററിയുടെ ഏതെങ്കിലും ഒരു സെല്ല് കംപ്ലൈൻ്റ് ആയിപ്പോൾ. ഒരു സെല്ല് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ബാറ്ററിയുടെ ഔട്ട്പുട്ട് വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ ബാറ്ററി മാറ്റി കളയേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി വാട്ടർ പറ്റുമെങ്കിൽ ഒരു 6 മാസത്തിൽ കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് 2-3 വർഷം കഴിയുന്ന സമയത്താണെങ്കിൽ, കഴിഞ്ഞിട്ടുള്ള ബാറ്ററികളാണെങ്കിൽ മിനിമം ഒരു മാസം തൊട്ടെങ്കിലും നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യുക. ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്ററി വാട്ടർ എല്ലാം ഒഴിച്ച് ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ലെവൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. ഇപ്പോൾ നമ്മൾ സോളാറിൻ്റെ ചാർജിങ് ആണ് കാണിച്ചിരിക്കുന്നത്. സോളാറിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യുന്ന രീതിയിലാണ്. ബാറ്ററിയുടെ വോൾട്ടേജ് ഇപ്പോൾ 12.6 വോൾട്ട് ഉണ്ട്. ഓൾറെഡി സോളാറിൽ നിന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോളാറിൽ നിന്നും ചാർജിങ് സെക്ഷനിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഇൻവെർട്ടറിന് കൂടി യൂസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി വാട്ടർ നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ഫില്ലിങ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. എല്ലാം തന്നെ ടോപ്പിലേക്ക് വന്നിട്ടുണ്ട് ലെവൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. അതിനുശേഷം 6 സെല്ലുകളിലും ഈക്വലായിട്ട് തന്നെ വെള്ളം കാര്യങ്ങൾ ഒഴിക്കുക. അതായത് ഡിസ്റ്റിൽ വാട്ടർ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. അങ്ങനെ ഒരു മാസത്തിൽ ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞ ബാറ്ററി ഒക്കെയാണെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലാതെ അങ്ങനെ ഒരു 6 മാസം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ബാറ്ററിയുടെ ലൈഫ് നമ്മൾ വാറണ്ടി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, പറയുന്നതിനേക്കാൾ 5 വർഷത്തേക്കാൾ കൂടുതൽ കിട്ടുന്ന ലെവലിലേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കും. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.